മറ്റു സ്ഥാനാർത്ഥികളെ പോലെ ധാരാളം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഞാനൊരു പ്രമുഖ വ്യവസായിയാണ്. ഇന്ന് കാണുന്ന പദവിയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി നിന്ന് ഞാൻ വിജയിക്കുകയാണെങ്കിൽ യുവതലമുറ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് പറ്റുന്നത് പോലെ ഒരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. Sir, one more question. യെസ്, പ്ലീസ്. Sir, AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സാറിന് 50% ഷെയർ ഉണ്ടെന്നൊരു അഭ്യൂഹമുണ്ട്. ശരിയാണോ? അലക്സ് സാമുവലായിട്ട് സാറിന് പേഴ്സണലി എന്തെങ്കിലും ബന്ധമുണ്ടോ? റീസെന്റായി അലക്സ് സാമുവലിനെതിരെ ലൈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ, ഇതിനെല്ലാം കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു തുറന്നു പറിച്ച ഒരു പെൺകുട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ എന്താണ് പറയേണ്ടത്? ആ പെൺകുട്ടി ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ആക്ച്വലി ആരാണ് ഈ അലക്സ് സാമുവൽ? സോറി, ഞാനൊരു വ്യവസായിയാണ്. എനിക്ക് സ്വന്തമായൊരു കമ്പനി ഉണ്ട്. എൻ്റെ അറിവിൽ ഇതുവരെ ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ല. പിന്നെ ഈ അലക്സ് സാമുവൽ, അദ്ദേഹത്തിനെതിരെ റീസെൻ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കേസ് ഫയൽ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ന്യൂസിലൂടെയാണ് അറിഞ്ഞത്. അത് എന്നെ ബാധിക്കുന്ന ഒരു ടോപ്പിക് അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും പറയാം, നീതി അത് ആരുടെ ഭാഗത്താണോ അവർക്കത് ലഭിക്കുക തന്നെ വേണം. എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. താങ്ക് യു. അലക്സ് സാമുവലിനെതിരെ കേസ് വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് പോലും തയ്യാറാവുന്നില്ലല്ലോ. നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാതാവാണോ? മോളെ ലയ, നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ TV-യിൽ കണ്ടിരുന്നു. അവസാനമായി അദ്ദേഹം വാദിച്ചൊരു കേസ് ഇതുപോലെ ഒരു പെൺകുട്ടിക്കെതിരായ അബ്യൂസ് കേസായിരുന്നു. ആ കേസിൽ അദ്ദേഹം വിജയിച്ചു. ആ പയ്യന് ശിക്ഷയും കിട്ടി. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാലോ? എനിക്ക് തോന്നുന്നു നമ്മുടെ അവസ്ഥ അറിയുമ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ സഹായിക്കും. നമ്മളെ സഹായിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എക്സ്ക്യൂസ് മീ. യെസ് സർ, ഐ വാണ്ട് ടു സീ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ. ഒരു കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കണമായിരുന്നു. ഓ, അതിനെന്താ, സാർ അകത്തുണ്ട്. യു ക്യാൻ ഗോ. സോറി ടു ആസ്ക്, എനിത്തിങ് അബ്യൂസ് ഓർ റിലേറ്റഡ്? അതേ മോനെ, ഒരു കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. ശരി, സാർ അകത്തൊരു കേസ് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെന്നോളൂ. മോനെ നമസ്കാരം. ഞങ്ങളൊരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇതെൻ്റെ മോളാ ലയ. അവളൊരു പ്രൈവറ്റ് കമ്പനിയിൽ IT എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുക. എനിക്കൊരു ബേക്കറി ഉണ്ട് സ്വന്തമായിട്ട്. പിന്നെ മോളുടെ വരുമാനവും. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. 2 ദിവസം മുന്നേ ലയ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ CEO എൻ്റെ മോളോട് വളരെ മോശമായിട്ട് പെരുമാറി. ഓ, എനി അബ്യൂസ് ഓർ എനിത്തിങ്? യെസ്, ഹി ട്രൈസ് ടു റേപ്പ് മീ. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പ്ലീസ് സർ, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ ഇനി ഒരിക്കലും ആ കമ്പനിയിലെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. അവനെ അറസ്റ്റ് ചെയ്യണം. അവനെ ജയിലിലിടണം. ഐ അണ്ടർസ്റ്റാൻഡ്. സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് നമ്മുടേത്. അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് എതിർവശത്ത് നിൽക്കുന്നത് സൊസൈറ്റിയിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ആക്ച്വലി നിങ്ങൾ ഈ കമ്പനി എന്ന് പറയുന്നുണ്ടല്ലോ, ഏതാണ് കമ്പനി? ആർക്കെതിരാണ് നിങ്ങളുടെ പരാതി? സർ, ഞാൻ വർക്ക് ചെയ്യുന്നത് AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്.
അവിടുത്തെ സിഇഒ അലക്സ് സാമുവലിനെതിരാ എനിക്ക് കംപ്ലൈൻറ്റ്. അലക്സ് സാമുവൽ കേട്ടിട്ടുണ്ട്, അവനെക്കുറിച്ചും ആ കമ്പനീനെ കുറിച്ചും. ഹീ ഈസ് ദ സിഇഒ. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു സ്ട്രോങ് എവിഡൻസ് ഇല്ലാതെ അവനെതിരെ നീങ്ങുന്നത് മണ്ടത്തരാണ്. ഈ കേസ് തോൽക്കാൻ 90% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ? തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, വിറ്റ്നസ് ആരുമില്ല. കുട്ടി, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് ഞാനൊന്ന് വിചാരിച്ചാ ഈ കേസ് ജയിക്കാൻ എനിക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് എൻ്റെ ഫീസ് അല്പം കൂടുതലാണ്. മോനെ, എൻ്റെ മോൾക്ക് നീതി ലഭിക്കണം. മോൻ ഫീസ് എത്രയാന്ന് പറ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങളത് തരും. 50,000 അതായിരിക്കും എൻ്റെ ഫീസ്. അതിൽ കുറവൊന്നുമില്ല. ഈ എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സമ്മതമാണ്. ഐ ആം പ്രൊസീഡ് ദിസ് കേസ്. മോനെ, 50,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ? ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സമയം മോൻ തരണം. സോറി, അങ്ങനെ തരാൻ എൻ്റെ കയ്യിൽ ടൈമൊന്നുമില്ല. എൻ്റെ ഫീസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ കേസ് വാദിക്കുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലീവ്. എൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. അയ്യോ മോനെ, ദയവ് ചെയ്ത് ഈ അച്ഛൻ്റെ അപേക്ഷ നീ തള്ളിക്കളയരുത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നോ, പ്ലീസ് ലീവ്. നിങ്ങളുടെ ഇമോഷണൽ ഡ്രാമ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട അച്ഛാ, ഇനിയൊന്നും പറയണ്ട. പിന്നെ നിങ്ങൾക്ക് വലുത് പണമായിരിക്കാം, സെൽഫ് റെസ്പെക്റ്റ് അതെല്ലാവർക്കും ഉണ്ട്. അത് മറന്ന് എൻ്റെ അച്ഛൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സത്രയും നോവിച്ചിട്ടാ. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവൂ. സ്റ്റോപ്പ് ഇറ്റ്. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഓഫീസ് നൗ. പിന്നെ അലക്സ് സാമുവലിനെതിരെ ഈ കേസ് വാദിക്കാൻ ആരും വരില്ല. കാരണം എന്താണെന്നറിയോ? നീ നേരത്തെ പറഞ്ഞില്ലേ, പണം. അത് തന്നെ. നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ, ഈ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഇത്രയ്ക്കും മനുഷ്യത്വമില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇവിടെ വരുന്നത് വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തു വന്നാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നൊരു പ്രതീക്ഷ. എന്നാ ഇപ്പൊ അതും പോയി. അച്ഛാ, ഇപ്പൊ മനസ്സിലായോ? പുറത്ത് കാണുന്നവരല്ല, അടുത്തറിയുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുകയുള്ളൂ. സോറി ഗൗതം, അവൻ അങ്ങനെയാണ്. പെട്ടെന്ന് ആർക്കും വേണ്ടി അലിയുന്നൊരു മനസ്സല്ല അവൻ്റേത്. മോനെ, ഞങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. മുട്ടാത്ത വാതിലുകളില്ല, അറിയോ? ഞങ്ങൾക്ക് മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടു. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ മോന് സാധിക്കൂ? അയ്യോ അങ്കിൾ, അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക? എനിക്ക് സാധിക്കില്ല അങ്കിൾ. നിങ്ങൾ കേസിനെ കുറിച്ച് ഗൗതമിനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഗൗതമിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയൊരു അഡ്വക്കേറ്റിന് മാത്രമേ ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഗൗതമിൻ്റെ വെറും ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ്. സോറി അങ്കിൾ, ഐ എം ഹെൽപ്ലെസ്. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്ക് സാധിക്കും. Who is that? അഡ്വക്കേറ്റ് ദീപക് ലാൽ. പഠിച്ചതെല്ലാം അബ്രോഡാണ്. ഗൗതമിനേക്കാൾ എക്സ്പീരിയൻസ് കുറവാണ്. എങ്കിലും ഇതുവരെ വാദിച്ച കേസുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട് മോനെ. ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ദീപക് ലാലിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും.
വന്നോ? എന്റെ പൊന്നേട്ടാ, ലേറ്റ് ആവുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അപ്പു, നീ ലേറ്റ് ആകുമ്പോൾ എന്നെ ഇൻഫോം ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ലേറ്റ് ആകുമ്പോൾ നിന്നെ ഇൻഫോം ചെയ്യണം? അയ്യോ വേണ്ട, ഏട്ടനോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. തോറ്റു തരില്ലെന്ന് നന്നായി അറിയാം. നിങ്ങൾ അഡ്വക്കേറ്റ്സ് പൊതുവെ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഏട്ടനോടൊരു കാര്യം പറയാൻ എക്സൈറ്റഡ് ആയി നിൽക്കായിരുന്നു. ഓ റിയലി? എന്താ കാര്യം? യുനോ, ഇന്ന് കോളേജിലെ ഇനോഗ്രേഷന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പേര് പറഞ്ഞ ഏട്ടൻ അറിയായിരിക്കും. കോളേജിലെ മുൻ വിദ്യാർത്ഥിയും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്ന അഡ്വക്കേറ്റ് ഗൗതം വർമ്മ. തോൽവി അദ്ദേഹത്തിന്റെ അടിമയാണ്. വാദിക്കുന്ന എല്ലാ കേസും വിജയം മാത്രം. എന്തൊക്കെയാ സ്റ്റുഡൻസിന് അയാളെ കുറിച്ച് പറയാനുള്ളതെന്നറിയോ? ഏട്ടാ, അഡ്വക്കേറ്റ് ഗൗതം വർമ്മ എന്റെ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിന്റെയും റോൾ മോഡലാ. ഏട്ടൻ കേട്ടിട്ടില്ലേ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയെ കുറിച്ച്? കേട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ പ്രൊഫഷണലി ഹീസ് ബെസ്റ്റ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാനും കേട്ടിട്ടുണ്ട്. എന്നാലും എല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആയ ആരും ഈ ലോകത്തില്ലെന്ന് പറയുന്നത് പോലെ നെഗറ്റീവ് ഫീഡ്ബാക്സും അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കില്ല. ജനങ്ങൾക്ക് ഇപ്പം എന്താ പറയാനില്ലാതെ? എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവരെ നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ നോക്കിയിട്ട് അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഹീസ് ദ ബെസ്റ്റ്, പ്രൊഫഷണലി, പേഴ്സണലി ആൻഡ് ഹാൻസം. ഏട്ടാ, അറിയാൻ വേണ്ടി ചോദിക്കാം, ഈ ജനങ്ങൾക്ക് എന്താ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയെ കുറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത്? അപ്പു, ഇറ്റ്സ് സിമ്പിൾ. ഹി ലവ്സ് മണി മോർ ദാൻ ഹ്യൂമാനിറ്റി. അപ്പു, എനിക്ക് അഡ്വക്കേറ്റ് ഗൗതം വർമ്മയെക്കുറിച്ച് പേഴ്സണലി ഒന്നും അറിയില്ല. കേട്ടുകേൾവിയാണ്. പണത്തിനു വേണ്ടി ഏത് കേസും അദ്ദേഹം ഏറ്റെടുക്കുമെന്ന്. പണം ഒന്നിൻ്റെ അടിസ്ഥാനമല്ല. ഓഫ് കോഴ്സ് പണം ആവശ്യമാണ്. പക്ഷേ എല്ലാം പണം കൊടുത്താൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ സ്നേഹത്തെ നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്കായി കാണുന്നത് തെറ്റില്ലല്ലോ. ദേവാ, പ്രസ് കോൺഫറൻസ് ഞാൻ കണ്ടു. മീഡിയാസ് നിന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. കുറച്ച് വെള്ളം കുടിക്കേണ്ടി വന്നല്ലേ? അലക്സ്, ലയ, അവള് നമുക്കൊരു തലവേദനയാവും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം അവളെ ഒഴിവാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവളെ നേരിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓരോ കരുക്കളും ബുദ്ധിപരമായി തന്നെ നീക്കണം. അവൾ നമുക്കിട്ട് പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് തിരിച്ച് അവൾക്ക് തന്നെ മുറിവേൽക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ ആദ്യം കണ്ടുപിടിക്കണം. അവൾക്ക് രക്ഷപ്പെടാൻ ഒരു ലൂപ്പ് ഹോൾ പോലും ഉണ്ടാവരുത്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള അവളുടെ ബുദ്ധിയായി ഈ കേസിനെ മാറ്റിയെടുക്കണം. ദേവാ, അതെല്ലാം നീ എനിക്ക് വിട്ടേക്ക്. എലക്ഷനിലും മാത്രമായിരിക്കണം നിന്റെ ഫോക്കസ്. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. പിന്നെ അപ്പോ എന്തു പറ്റി? ഏട്ടാ, അലക്സ് സാമുവൽ അറിഞ്ഞു. ഏട്ടാ, ഈ ഒരു അവസരത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്? അവനെതിരെ ഉയരുന്ന ഈ ഒരു ശബ്ദത്തിന് വേണ്ടി. ശരിയാണ്, ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ ഉയരുന്ന ശബ്ദങ്ങളെയെല്ലാം നിശബ്ദയിലെത്തിക്കാൻ അവന് നിഷ്പ്രയാസം സാധിക്കും. അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ തോറ്റ പെൺകുട്ടി പിന്മാറാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ പണം കൊടുത്ത് ഈ കേസും അവൻ സെറ്റിൽ ചെയ്യും. ശരിക്കും നമ്മൾ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഏട്ടാ?
അവനോടുള്ള റിവെഞ്ച്. അതിനു വേണ്ടിയല്ലേ. നമ്മളെ ഒറ്റയ്ക്കാക്കി അവനെ വെറുതെ വിടാൻ പാടില്ല ഏട്ടാ. അപ്പോ വെറുതെ വിടാനോ? അവനെയോ? അവനെ ഇല്ലാതാക്കാനുള്ള അവസരം അതെനിക്ക് മാത്രമായിരിക്കും.